തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നമ്മുടെയൊക്കെ പ്രിയ നടൻ മോഹൻലാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയൊരു ചർച്ചാ വിഷയം. അതിന്റെ ടീസറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോ ഒരു ചാനലിനോ ഒരു പത്രത്തിനോ വേണ്ടിയല്ല, ആരുടെയും എക്സ്ക്ലൂസീവ് ഒന്നുമല്ല. അത് ഭൂമി മലയാളത്തിലെ മുഴുവൻ ചാനലുകളിലും വരും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരും. ഇനി അതിന്റെ അച്ചടി രൂപം ഏതെങ്കിലും പത്രങ്ങളിൽ വരുമോ എന്നും അറിഞ്ഞുകൂടാ. എന്തായാലും കേരളം മുഴുവൻ അത് കാണും. അതോടെ ഈ രാജ്യത്തൊരു ഭൂകമ്പം സംഭവിക്കുമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ PR നോക്കുന്ന ആളുകൾ, ചില ഏജൻസികളുണ്ട്, വ്യക്തികളുണ്ട്. അവരൊക്കെ ഇപ്പൊ സ്വപ്നം കാണുന്നത് അതാണ്. ഈ ഇന്റർവ്യൂ കണ്ടിട്ട് പിണറായി വിജയനെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി കേരളത്തിലെ ജനങ്ങൾ, വോട്ടർമാര് അണിയണിയായി പോളിംഗ് ബൂത്തുകളിലെത്തി CPM-നും LDF-നും വേണ്ടി വോട്ട് ചെയ്യും. അങ്ങനെ മൂന്നാം പിണറായി സർക്കാർ കേരളത്തിൽ സംഭവിക്കും എന്നാണ് അവരൊക്കെ കണക്ക് കൂട്ടുന്നത്. എനിക്കിഷ്ടം ആക്ഷൻ പടങ്ങൾ. ലാലിന് ഇന്റർവ്യൂ കൊടുത്ത് മുഖ്യൻ. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു വാർത്തയ്ക്ക് മാതൃഭൂമി ദിനപത്രം കൊടുത്തിരിക്കുന്ന ഒരു ഹെഡിങ്, അദ്ദേഹത്തിന് ആക്ഷൻ പടങ്ങളോട് ഇഷ്ടമാണത്രേ. രജനീകാന്തിന്റെ പടങ്ങളാണ് കൂടുതൽ ഇഷ്ടം. നമ്മൾ മോഹൻലാൽ ഒരു ഇന്റർവ്യൂ നടത്തുമ്പോഴേ മോഹൻലാലിന്റെ പടങ്ങളാണ് ഇഷ്ടം, അദ്ദേഹത്തിന്റെ ആക്ഷൻ സീനുകൾ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞാല് അതിനൊരു വിശ്വാസ്യത കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് രജനീകാന്തിന്റെ ആക്ഷൻ പടങ്ങളാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടം. അങ്ങനെയാണ് അതിൽ പറയുന്നത്. അതിനുശേഷം രണ്ടാമതായി പറയുന്നത് ലാലിന് ഇന്റർവ്യൂ കൊടുത്ത് മുഖ്യൻ. ഇത് കേട്ടാൽ നമ്മൾ എന്തുവാ ധരിക്കുക? നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാല് പിണറായി വിജയൻ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി കാത്തുകെട്ടി കിടക്കുകയായിരുന്നുവെന്നും അതിന്റെ പിന്നാലെ നടക്കുകയായിരുന്നുവെന്നും ഇപ്പൊ മുഖ്യൻ അദ്ദേഹത്തിന് ഒരു അഭിമുഖ സംഭാഷണം അനുവദിച്ചിരിക്കുന്നു, സദയം അനുവദിച്ചിരിക്കുന്നു എന്നുമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചാനലിനോ ഒരു പത്രത്തിനോ ഉള്ള ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഒന്നും അല്ല. ഇത് ലോകം മുഴുവൻ കാണിക്കാനുള്ളതാ, സകല ചാനലുകളിലും വരാനുള്ളതാ. ഇതിന്റെ നിർമ്മാതാവ് ആരാ? സാക്ഷാൽ സർക്കാരാ. പിണറായി വിജയൻ നേരത്തെ കൊടുക്കുന്ന സർക്കാർ തന്നെ അതിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മോഹൻലാൽ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പരിപാടി നിർമ്മിക്കുന്നു. അത്രയുള്ള കാര്യങ്ങൾ, അല്ലാതെ ചാനലുകളൊന്നും സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല. ഇവരെന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നു? സകല ചാനലുകൾക്കും ടൈം സ്ലോട്ട് വാങ്ങുക എന്നൊരു പരിപാടിയുണ്ട്. അതായത് ഒരു പരസ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, പ്രചാരണത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണെങ്കിൽ അരമണിക്കൂർ ടൈം സ്ലോട്ട് ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് വാങ്ങും. എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ പരിപാടി ആ ടൈം സ്ലോട്ടിന് കൊടുക്കും. ഇത് 1 മണിക്കൂർ നീണ്ട ഒരു ഇന്റർവ്യൂ ആണ്. അതിന്റെ അർത്ഥം 2.5 മണിക്കൂർ 2 ടൈം സ്ലോട്ടുകളിലായിട്ട് ഇത് കേരളത്തിലെ വിവിധങ്ങളായ ചാനലുകളിൽ വരും. ഇതൊരു സാധാരണ ഇന്റർവ്യൂ ആണെന്ന് കരുതണ്ട. ഇത് ഒരു മുഴുനീള പരസ്യചിത്രമാണ്. 1 മണിക്കൂർ നീണ്ട ഒരു കാപ്സ്യൂൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ചക്രം മുടക്കി, അതായത് നമ്മൾ നികുതി കൊടുക്കുന്ന പണം, ഇപ്പൊ CAG-യുടെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് വായിച്ചാൽ മതി. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്തായിരുന്നുവെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2024-25 മാത്രം 84 ദിവസം നമ്മൾ ഓവർ ഡ്രാഫ്റ്റിലായിരുന്നു എന്നാ പറയുന്നത്. ഏതാണ്ട് ഒരു സാമ്പത്തിക വർഷത്തിന്റെ 1/4 ഭാഗം ഇങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് ആക്കിയതിന്റെ പേരിൽ മാത്രം നമ്മൾ റിസർവ് ബാങ്കിന് കൊടുക്കേണ്ടി വന്ന പലിശ എന്ന് പറയുന്നത് 133.43 കോടി രൂപയാണ്. ഈ അവസ്ഥയിൽ കിടക്കുന്ന നമ്മള് ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും കാശില്ലാത്ത ആളുകള്, നമ്മുടെ ക്ഷേമ പെൻഷനുകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എത്രയോ കാലം നിർത്തിവെച്ചപ്പോ അവസാനമാണ് കൊടുത്തിട്ട് അതിന്റെ പേരിലുള്ള ഒരു പേനി നടിക്കല, ഒന്നിച്ചു കൊടുത്തിട്ട് അതിന്റെ പേരിൽ വോട്ട് നേടാനുള്ള തന്ത്രമാണ്. അതാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സംസ്ഥാനമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ 3-ാം ഊഴം കിട്ടാൻ വേണ്ടി മോഹൻലാലിനെ കൊണ്ട് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യിക്കുന്നത്. നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയെ മോഹൻലാൽ ഇന്റർവ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടൊരു അഭിമുഖ സംഭാഷണം നടത്തുന്നു എന്ന് പറഞ്ഞാല് അത് ഒരു ചാനലിന് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പത്രത്തിന് വേണ്ടിയാണെങ്കിൽ ആ മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡിലൈറ്റാ. എതിർ ചാനലുകൾക്കോ പത്രങ്ങൾക്കോ എതിരെ ഒരു വലിയ സ്കോറിങ്ങിന് പറ്റിയ ഒരു അവസരമാണ്. ചിലപ്പോഴേ മന്ത്രിസഭയുടെ വാർഷികം പ്രമാണിച്ചോ അല്ലെങ്കിൽ ക്രിസ്മസിനോ ഓണത്തിനോ ഒക്കെ മനോരമയുടെയോ മാതൃഭൂമിയുടെയോ ഇന്ത്യൻ എക്സ്പ്രസിന്റെയോ ഹിന്ദുവിന്റെയോ ഒക്കെ ലേഖകന്മാര്, ബ്യൂറോ ചീഫുമാരൊക്കെ ചോദിച്ചാല് മുഖ്യമന്ത്രി ഒരു അഭിമുഖം അനുവദിച്ചേക്കാം. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ആരാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്? അഭിമുഖം നടത്തുന്ന ആൾ ആര്? അതാണ് പ്രധാനം. മോഹൻലാലിനെ പോലൊരു സെലിബ്രിറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിമുഖം നടത്തുന്നു അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ലെവൽ വേറെയാണ്. മനസ്സിലായില്ലേ? അത് ഒരു സാധാരണ മാധ്യമ പ്രവർത്തകൻ ചെയ്യുന്നത് പോലെ അല്ല. കാരണം രണ്ടുപേരും വലിയ സെലിബ്രിറ്റികളാ. ഒരാള് മുഖ്യമന്ത്രി, മറ്റൊരാള് മലയാളം മുഴുവൻ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഒരു മഹാനടൻ. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നു. അതിന്റെ പ്രാധാന്യം വളരെ വലുതാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അഭിമുഖവും ശ്രദ്ധ ആകർഷിക്കുന്നത്. പക്ഷേ അത് ഒരു പത്രത്തിനോ ചാനലിനോ കൊടുത്ത ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ അല്ല, PRDക്ക് കൊടുത്തതാണ്, സർക്കാരിന് കൊടുത്തതാണ്. സർക്കാരിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു അഭിമുഖമാണ്. അത് കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും വരാൻ പോവുകയാണ്. അതാണ് ഈ അഭിമുഖത്തിന്റെ പ്രത്യേകത. ഇതൊരു പുതിയ കാര്യമാണെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ഓണത്തിന് മലയാള മനോരമയുടെ ഓണപ്പതിപ്പിന്
മോഹൻലാല് മുഖ്യമന്ത്രിയെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പരിപാടി ആലോചിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഏതാണ്ട് തീരുമാനിച്ചിരുന്നു എന്നും കേൾക്കുന്നു. പക്ഷേ ഏതോ കാരണങ്ങളാല് അത് നടന്നില്ല. അന്ന് നടക്കാതെ പോയ ഇന്റർവ്യൂ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണകാലമായപ്പോൾ മുഖ്യമന്ത്രിയുടെ PR ടീം ആലോചിച്ചപ്പോൾ നല്ല ഒന്നാമതൊരു ഒരു വിഷയമാണ്, നല്ലൊരു കാര്യമാണ്. മോഹൻലാല് നമ്മുടെ മുഖ്യമന്ത്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നു, അത് അവരെ നടപ്പാക്കുന്നു, ചാനലുകളിലൂടെ നമ്മളെ കാണിക്കുന്നു. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, PRD നിർമ്മാതാവായി സർക്കാരിന്റെ പണം ഉപയോഗിച്ച് മോഹൻലാല് മുഖ്യമന്ത്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നു. അത് എല്ലാ ചാനലുകളിലും ടൈം സ്ലോട്ട് വാങ്ങി പണം കൊടുത്തിട്ടാ, അത് പരസ്യം പോലെയാ, അല്ലാതെ ഒരു ഔദാര്യമൊന്നുമല്ല. അയ്യോ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ആണല്ലോ, ഫ്രീ ആയിട്ട് കൊടുത്തേക്കാമെന്ന് ഒരു ചാനലും പറയുകയില്ല. എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കും, ചിലപ്പോൾ നല്ല സമ്മതിക്കും. ഇത് ടൈം സ്ലോട്ട് പണം കൊടുത്ത് വാങ്ങിയിട്ട് അവിടെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അതാണ് നടക്കുന്നത്. പക്ഷെ ഇതിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അത് നമ്മൾ മറക്കരുത്. ഇത് ഒരു കാവ്യ മാതൃക അനുകരിച്ച് ചെയ്യുന്ന കാര്യമാണ്, ഒരു ഡൽഹി മാതൃക. നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി മോദി, അദ്ദേഹത്തിന്റെ ചില ഏർപ്പാടുകളുണ്ട്. അതിനെ അനുകരിച്ചാണ് പലപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ പ്രവർത്തിക്കുന്നത്. മുൻകൊടുത്ത മോദി എന്ന് പിണറായി വിശേഷിപ്പിച്ച ആളുകളുണ്ട്. മോഡിക്ക് പഠിച്ചതുകൊണ്ടാ, മോഡിയുടെ ഡിറ്റോ ആയി ഓരോന്ന് ചെയ്തത് കൊണ്ടാ. മോദി എങ്ങനെയാണോ PR ഏജൻസീസിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ PR സംവിധാനങ്ങൾ ഉപയോഗിച്ച് PR മാതൃകകളും തന്ത്രങ്ങളും ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നത്, അതുപോലെ ഇവിടെ നമ്മുടെ പിണറായി വിജയൻ PR ഏജൻസികളെ എൻഗേജ് ചെയ്യിക്കുന്നു, അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നു, ആ രീതിയിൽ പെരുമാറുന്നു, അങ്ങനെ പ്രതിച്ഛായ ഉണ്ടാക്കുന്നു. അതൊരു അനുകരണമാണ്. മറ്റൊന്നെന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിലോ മറ്റോ ഏതെങ്കിലും ഒരുത്തൻ മോദിയെ കുറിച്ച് എന്തെങ്കിലും ഒരു വിമർശനം പറഞ്ഞാൽ അപ്പൊ അവനെതിരെ കേസാ, അറസ്റ്റാ, യാതൊരു സംശയവുമില്ല. ഏതാണ്ട് അത് തന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെ തൊടാൻ പാടില്ല. പിണറായി വിജയനെ നിയമസഭയിൽ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് പറഞ്ഞവന്റെ കാര്യം കട്ടപ്പുകയാ. നമ്മുടെ മാത്യു കുഴൽനാടൻ സത്യസന്ധമായിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞതാ. അദ്ദേഹത്തോടന്ന് പിണറായി വിജയൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് സഭാരേഖകൾ നോക്കിയാലേ ഇപ്പോഴേ മനസ്സിലാവുകയുള്ളൂ. അതാണ് രീതി. വിമർശിക്കാൻ പാടില്ല, വിമർശനത്തിന് അതീതനാണ്. ഡൽഹിയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാല്, നമ്മള് മോഡിയെ വിമർശിച്ചു അല്ലെങ്കിൽ BJP സർക്കാരിനെ കുറിച്ച് എന്തെങ്കിലും ദോഷം പറഞ്ഞു, ഉടനെ നമ്മളെല്ലാം ദേശദ്രോഹികളാവും, രാജ്യദ്രോഹികൾ. നമ്മളെ പിന്നെ അങ്ങനെയാണ് ചിത്രീകരിക്കുക. ഇവിടെ പിണറായി വിജയൻ ആരെങ്കിലും വിമർശിച്ചാലോ അവരൊക്കെ പെട്ടെന്ന് വികസന വിരോധികളാകും, വികസനത്തിന്റെ ശത്രുക്കളാകും. അങ്ങനെ പല കാര്യങ്ങളിലും മോദി സർക്കാരിനെ മോദിയെ പിണറായി സർക്കാർ അനുകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ഇന്റർവ്യൂ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ പ്രധാനമന്ത്രി മോദി അങ്ങനെ ഇങ്ങനെയൊന്നും ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നതല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുത്തു. അത് നേരത്തെ ചോദ്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം, പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിക്കണം, ആ ചോദ്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെയാണ് പതിവ്. അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ബോളിവുഡിലെ വളരെ പ്രശസ്തനായ നടൻ അക്ഷയ് കുമാറിന് ഒരു ഇന്റർവ്യൂ അനുവദിച്ചു. പറഞ്ഞല്ലോ, കഴിഞ്ഞ 10-12 വർഷമായിട്ട് പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇതുവരെ പത്രസമ്മേളനം നടത്തിയിട്ടില്ലാത്ത ആളാണ് നമ്മുടെ മോദിജി. അതുപോലെ തന്നെ സാധാരണ പ്രധാനമന്ത്രിമാർ വിദേശയാത്രയ്ക്ക് പോകുമ്പോഴേ കുറെ പത്രപ്രവർത്തകരെ കൊണ്ടുപോകും, പത്രലേഖകരെ കൊണ്ടുപോകും, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണമല്ലോ. പക്ഷെ അതുപോലും ചെയ്യത്തില്ല നമ്മുടെ മോദി. മാധ്യമ പ്രവർത്തകരുമായിട്ട് താല്പര്യമില്ലാത്ത മോദി മീഡിയ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് കേട്ടോ. മോദിക്ക് വേണ്ടി പേന ഊതുന്നവര് അല്ലെങ്കിൽ കീബോർഡ് ചലിപ്പിക്കുന്നവര്, അവർക്കൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് ആക്സസ് ഉണ്ടാവും, മറ്റുള്ളവർ ആരെയും അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. അങ്ങനെയുള്ള നമ്മുടെ പ്രധാനമന്ത്രി മോദി അക്ഷയ് കുമാറിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിൽക്കുന്നു. അതൊരു വലിയൊരു ഇമേജ് ബിൽഡപ്പ് ആയിരുന്നു, മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ അങ്ങോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമമായിരുന്നു. അന്ന് അക്ഷയ് കുമാർ ചോദിച്ച ചോദ്യങ്ങൾ നേരത്തെ എഴുതി കൊടുത്ത് അംഗീകാരം വാങ്ങിച്ചതാണെന്നൊരു പരാതി ഉണ്ടായിരുന്നു. ശരിയോ തെറ്റോ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ല. പക്ഷേ അക്ഷയ് കുമാർ ചോദിച്ച ചോദ്യങ്ങളെല്ലാം മോദിക്ക് ഇച്ഛ പിടിക്കുന്നതായിരുന്നു, അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു, അദ്ദേഹത്തിന് സ്വയം വിവരിക്കുന്നതിന് അവസരം കൊടുക്കുന്ന ചോദ്യങ്ങളായിരുന്നു. പക്ഷെ ഇവിടെ മോഹൻലാലിന്റെ കാര്യത്തില് അത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോ പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് അദ്ദേഹത്തിന് നേരത്തെ എഴുതി കൊടുത്ത ചോദ്യങ്ങളോ അല്ലെങ്കിൽ മറ്റാരും എഴുതി കൊടുത്ത ചോദ്യങ്ങളോ ഒന്നും ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പിണറായിയെ, ഉമ്മൻചാണ്ടിയെ അല്ലെങ്കിൽ VS അച്യുതാനന്ദനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാനുള്ള എല്ലാ ശേഷിയുമുണ്ട്. പക്ഷെ തിരുവനന്തപുരത്തെ മാപ്പുകൾക്കിടയിൽ പ്രചരിക്കുന്ന ഒരു കഥയുണ്ട്, അതാണിത് പറയാൻ കാര്യം. അതായത് യഥാർത്ഥത്തിലുള്ള ഇന്റർവ്യൂ നടക്കുന്നതിന് തലേ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നുവെന്നും എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു എന്നും ഇവിടെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഒരു സംസാരമുണ്ട്. അത് ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ, ചില മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, പിണറായി വിജയനെ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളുടെ സഹായമില്ലാതെ അഭിമുഖം നടത്താൻ, ചോദ്യങ്ങൾ ചോദിക്കാൻ, ഇന്റർവ്യൂ നടത്താൻ മോഹൻലാലിന് സാധിക്കും. ഇങ്ങനെ നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്ന ഈ വാദം അല്ലെങ്കിൽ ഈ പ്രചാരണം ഉണ്ടല്ലോ, അത് PRDയും അതുപോലെ തന്നെ
ഈ ഇന്റർവ്യൂവിന്റെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിച്ച ആളുകളും അതിശക്തമായിട്ട് നിഷേധിക്കുന്നുണ്ട്. വളരെ നൈസർഗികമായ, ജൈവികമായ, ഒറിജിനലായ ഒരു അഭിമുഖ സംഭാഷണമായിരുന്നു അതെന്നാണ് ഇവർ വാദിക്കുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതും. നമ്മുടെ പ്രതിപക്ഷത്തിന് ഇത് കണ്ടിട്ട് വല്ലാത്ത അസൂയുണ്ട് കേട്ടോ, പെരുത്ത അസൂയാണ്. മോഹൻലാലിനെ പോലെ ഒരു സെലിബ്രിറ്റിയെ, മഹാനടനെ, എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു കലാകാരനെ CPM-ന്റെയോ LDF-ന്റെയോ പിണറായി വിജയന്റെയോ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ചില പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. പറഞ്ഞല്ലോ, ഇതൊരു ചാനലിനോ ഒരു പത്രത്തിനോ കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ ആർക്കും പ്രശ്നമില്ല. ഇപ്പൊ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ മാതൃഭൂമി, മനോരമ ദിനപത്രങ്ങള്, ഇവർക്കൊക്കെ വേണ്ടി മോഹൻലാല് മുഖ്യമന്ത്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ആരും ഒരു അസ്വാഭാവികത കാണുന്നില്ല. അത് വളരെ സാധാരണമായ ഒരു കാര്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്ന് തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോൾ, ഇപ്പോ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ആ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള വിജ്ഞാപനം പുറത്തു വന്നു കഴിഞ്ഞാൽ സർക്കാർ ചെലവിലുള്ള ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ പാടില്ല. അതിനു മുമ്പായിട്ട് എല്ലാ ചാനലുകളുടെയും ടൈം സ്ലോട്ട് വാങ്ങിച്ചുകൊണ്ട് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ PRD നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രം, അതില് മോഹൻലാലിനെ പോലെ ഒരു നടൻ ഭാഗമാക്കാവുന്നത് ശരിയല്ല എന്നാണ് പ്രതിപക്ഷത്തിലെ ചില നേതാക്കൾ പറയുന്നത്. പക്ഷെ അതിനെത്രത്തോളം ന്യായമുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല, വ്യക്തിപരമായിട്ട് അതിനോട് യോജിക്കുന്നില്ല. കാരണം ഈ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് കയ്യിൽ ചക്രം ഉണ്ടെങ്കിൽ, കാശുണ്ടെങ്കിൽ, എത്ര പണം കൊടുത്തിട്ടും PRD-യെ കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി ഷൂട്ട് ചെയ്യിക്കുന്നതിലോ അത് ചാനലുകൾക്ക് കൊടുക്കുന്നതിലോ ഒന്നും വലിയൊരു തെറ്റൊന്നുമില്ല. കാരണം എത്രയോ ദിവസങ്ങളായിട്ട് പിണറായി വിജയൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പത്രങ്ങൾ നോക്കിയാൽ ഒരു 4-5 പരസ്യങ്ങൾ, സർക്കാരിന്റെ പരസ്യങ്ങൾ, എന്തിന് ഏറ്റവും നല്ല കളക്ടർക്കും ഏറ്റവും നല്ല കളക്ടറേറ്റിനും അവാർഡ് കൊടുക്കുന്ന ഒരു ചിഹ്ന പരിപാടിക്ക് വരെ മലയാളം പത്രങ്ങളിൽ ഗവൺമെന്റ് പരസ്യം കൊടുത്തിരിക്കുക. എല്ലാറ്റിലും ഒരു ഫിഗർ, ഒരാളുടെ മാത്രം ഫിഗർ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിരിക്കുന്ന ഒരു മുഖം, അതിങ്ങനെ എത്രയോ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അയ്യപ്പ സംഗമം അടക്കം അടുത്ത കാലത്ത് നടന്ന പ്രചാരണ പരിപാടികൾ, സർക്കാരിന്റെ PR ഏർപ്പാടുകളൊന്നും നോക്കൂ. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്ക് വേണ്ടിയായിരുന്നു. പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു, 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും ഞങ്ങള് ശബരിമല സന്നിധാനത്തിൽ സ്ത്രീകളെ, യുവതികളെ കൊണ്ടുവരുമെന്ന്. അത് തിരിച്ചടിച്ച് ബൂമറാങ്ങായി. അപ്പൊ മനസ്സിലാക്കി തിരുത്തണം, വേറൊരു പ്രതിച്ഛായ വേണം. അതിനുവേണ്ടിയാണ് അയ്യപ്പ സംഘം. അങ്ങനെ എത്ര കാര്യങ്ങള്. ഈ സർക്കാരിന്റെ കാലാവധി കഴിയാൻ 2-3 മാസം മാത്രം അവശേഷിക്കുമ്പോഴും ഈ സർക്കാർ നടപ്പാക്കേണ്ട പദ്ധതികളെ കുറിച്ച് ആലോചിക്കാനും ചർച്ച ചെയ്യാനും അത് ക്രോഡീകരിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കാൻ എത്രമാത്രം കോൺക്ലേവുകൾ, സെമിനാറുകൾ, സമ്മേളനങ്ങൾ നടന്നു. ലോക കേരള സഭ, അങ്ങനെ എത്ര കലാപരിപാടികൾ. അപ്പൊ ഇതിന് സർക്കാരിന്റെ കാശുണ്ടെങ്കിൽ, പക്ഷെ ഇതിന്റെ ചെലവും കൂടി അടുത്ത് വരുന്ന സർക്കാരിന്റെ തലയിലാകുമോ? ഇതൊക്കെ കൊടുത്തു തീർക്കുമോ ഈ ഗവൺമെന്റ് പോകുന്നതിനും? അത് വേറെ കാര്യമാകട്ടോ. ചിലപ്പോ ഈ പിണറായി വിജയന്റെയും LDF-ന്റെയും പ്രചാരണത്തിന് വേണ്ടി ചെലവാക്കിയ കോടാനുകോടികള് ഒരു പക്ഷേ അടുത്ത സർക്കാരിന്റെ തലയിലായിരിക്കും വരിക. ആർക്കറിയാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. കൊടുത്തില്ല എന്തോ ചെയ്യും? ഈ ഗവൺമെന്റ് കൊടുത്തില്ല, അടുത്ത ഗവൺമെന്റ് കൊടുക്കണമല്ലോ. ചിലപ്പം അയ്യപ്പ സംഗമത്തിന് വന്ന മുഖ്യമന്ത്രിക്ക് കിടക്കാൻ 1,11,000 രൂപ കൊടുത്ത് വാങ്ങിച്ച കട്ടിലിന്റെ വില പോലും അടുത്ത സർക്കാരായിരിക്കും കൊടുക്കേണ്ടി വരിക. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ സാഹചര്യം ഇതായിരിക്കെ സർക്കാരിന്റെ പണം ഉപയോഗിച്ച് ഇത്തരത്തിലൊരു പ്രചാരണ ഫിലിം ഉണ്ടാക്കി എന്നതിൽ വലിയ അത്ഭുതകരമായ കാര്യമൊന്നുമില്ല. രണ്ടാമത്തേത്, നമ്മുടെ നടൻ പ്രിയപ്പെട്ട മോഹൻലാലിന് മറിച്ചൊരു അഭിപ്രായം ഇല്ലെങ്കിൽ, അതായത് സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കുന്നതിൽ തെറ്റില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ മറ്റാർക്കും കുറ്റം പറയാനില്ല. അതിനെ വിമർശിക്കുന്നത് ശരിയുമല്ല. അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അദ്ദേഹത്തിന് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഈ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ നമ്മുടെ കേരളം, നമ്മുടെ സർക്കാർ മോഹൻലാലിനെ ആദരിച്ചു. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന ഒരു മഹാസമ്മേളനത്തിൽ അദ്ദേഹത്തിന് വലിയ ആദരം നൽകി. അതിലെന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിലെ ഒരു നടന്, മഹാനടനെന്ന് നമ്മൾ പറയുന്ന, എല്ലാവരും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മോഹൻലാലിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയാൽ പിന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയാണോ ആദരിക്കേണ്ടത്? തമിഴ്നാട് സർക്കാരാണോ? തെലങ്കാന സർക്കാരാണോ? ആന്ധ്ര സർക്കാരാണോ? അല്ലല്ലോ, നമ്മളല്ലേ. അത് നമ്മുടെ അഭിമാനമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ അദ്ദേഹത്തിനൊരു ആദരം നൽകുന്നത്. മലയാളം വാനോളം ലാൽ സലാം എന്ന പേരിട്ടാണ് നമ്മുടെ പരിപാടി നടത്തിയത്. അതിന്റെ പേരിൽ ചില പരാതികളൊക്കെ ഉണ്ടായി. എന്തിനാ ഈ ലാൽ സലാം എന്ന് പേരിട്ടത്? സത്യസന്ധമായിട്ട് പറയാമല്ലോ, അത് പാർട്ടിയുടെ ലാൽ സലാം ആയിരുന്നില്ല ആ പേരിട്ടതിലൂടെ സർക്കാർ ഉദ്ദേശിച്ചത്. ലാലിന് സലാം, നമ്മുടെ ലാലേട്ടന് സലാം, ആ ലാൽ സലാം അതായിരുന്നു. അതിനെപ്പോലും തെറ്റിദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ആദരം നൽകുന്നത് വളരെ സ്വാഭാവികമല്ലേ. അപ്പോൾ ഇവിടെ 10 വർഷം കേരള രാജ്യത്തെ മഹനീയമായ രീതിയിൽ സേവിച്ച് ഇപ്പോൾ പടിയിറങ്ങുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക്, അദ്ദേഹം ഇനിയും വരുമെന്നാണ്, 3ാമതും വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ പാർട്ടി പറയുന്നത്. പക്ഷേ കേരളത്തിലെ ഭൂരിപക്ഷം ആൾക്കും അങ്ങനെ ഒരു വിശ്വാസമില്ല. എന്തായാലും അദ്ദേഹം പടിയിറങ്ങുമ്പോൾ അദ്ദേഹം ചെയ്ത സേവനങ്ങളുള്ള ആദരം എന്ന നിലയിൽ നമ്മുടെ കപ്പിത്താൻ, നമ്മുടെ കാരണഭൂതർ, ക്യാപ്റ്റൻ, അത്തരത്തിലുള്ള ഒരാളെ മോഹൻലാൽ ഇന്റർവ്യൂ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ പക്ഷം. പക്ഷെ ആ സമ്മേളനത്തില് ലാൽ സലാം പരിപാടിയിൽ
അടൂർ ഗോപാലകൃഷ്ണൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അത് നമ്മളാരും മറന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് എനിക്കും പണ്ട് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അന്ന് ഇതുപോലുള്ള സ്വീകരണവും ആദരവും ഒന്നും കണ്ടില്ല, കിട്ടിയില്ല എന്ന് അദ്ദേഹം ഒരു പരിഭവം പറഞ്ഞു. പക്ഷെ അത് അന്നല്ലേ, കാലം മാറുന്നതനുസരിച്ചാണല്ലോ പല കോലങ്ങളും മാറുന്നത്. അന്ന് കൊടുക്കാൻ പറ്റിയില്ല, ഇന്ന് നമ്മൾ മോഹൻലാലിന് കൊടുക്കുന്നു. അങ്ങനെ വിമർശിക്കുന്നത് അത്ര ശരിയൊന്നുമല്ല. എല്ലാറ്റിനും അതിൻ്റെതായ ഒരു കാലമുണ്ട് ദാസ എന്നാണല്ലോ അടിസ്ഥാന പ്രമാണം. മോഹൻലാലിന്റെ ചോദ്യങ്ങള് സ്വാഭാവികമായിട്ടും കുസൃതി നിറഞ്ഞ ചോദ്യങ്ങൾ അതിനകത്തുണ്ടാവും. അതിനൊക്കെ നമ്മുടെ പിണറായി വിജയൻ സരസമായിട്ട് മറുപടി പറയുന്നു. മലയാളികൾ മുഴുവൻ കാണും, എല്ലാ ചാനലിലും വരുമല്ലോ. ഇതൊക്കെ കണ്ടിട്ട് പിണറായി വിജയന്റെ കാർക്കശ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു എന്ന് കേരളീയരെ മലയാളികളെ മനസ്സിലാക്കുമെന്നും അതിന്റെ ഫലമായിട്ട് എല്ലാവരും LDF വോട്ട് ചെയ്യുമെന്നാണ് ഈ PR വർക്കിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ശരിയാ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ആ കാര്യം, അതായത് പിണറായി വിജയന് കാർക്കശ സ്വഭാവം ഇല്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഇതൊക്കെ മാധ്യമങ്ങളിൽ വന്ന കാര്യമാകട്ടോ, ഞാൻ സ്വന്തമായിട്ട് പറയുന്നതല്ല. പിണറായി വിജയന് കാർക്കശ സ്വഭാവം ഇല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ മോഹൻലാൽ വേണ്ടി വന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, പക്ഷെ ഇതൊന്നും അത്ര പൊതുവെയുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. 2008 അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയെ ഇതേ മോഹൻലാൽ ഇന്റർവ്യൂ ഇട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിൽ വളരെയേറെ ശ്രദ്ധയാകർഷിച്ച ഒരു പരിപാടിയായിരുന്നു അത് ജയ്ഹിന്ദ് ചാനലിന് വേണ്ടിയായിരുന്നു ആ ഇന്റർവ്യൂ, എക്സ്ക്ലൂസീവായിട്ട് ജയ്ഹിന്ദിന് വേണ്ടി. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമായിരുന്നില്ല, ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ സാധാരണ ഗതിയിൽ നടന്ന ഒരു പരിപാടി. അതായത് ഇപ്പോഴത്തെ പോലെ പരസ്യത്തിനോ പ്രചാരണത്തിനോ വേണ്ടി ആയിരുന്നില്ല എന്ന് ചുരുക്കം. അന്ന് ജയ്ഹിന്ദ് ഈ പരിപാടിക്കിട്ട പേരും ഇരുവർ എന്നായിരുന്നു. ഇരുവർ. 18 വർഷം കഴിഞ്ഞ് മോഹൻലാല് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇട്ട ശീർഷകവും ഇത് തന്നെയാണ്, കണ്ടും മിണ്ടിയും ഇരുവർ. കുറഞ്ഞ വർഷം ഈ പരിപാടിയുടെ തലക്കെട്ടെങ്കിലും ഒന്ന് മാറ്റിപ്പിടിക്കാമായിരുന്നു.